പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു സംഗമം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പെരിപ്പാലറ്റി എന്ന് പറയുന്നത് കുറെ കിടപ്പിലായ രോഗികൾ മാത്രമല്ല, സർവീസ് ആവശ്യമുള്ള ആരോഗ്യത്തിനായാലും സാമൂഹിക മേഖലയിലായാലും ആവശ്യമുള്ള 10 ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് പെരിപ്പാലറ്റി കാറ്റഗറിയിൽ ഞങ്ങൾ കണ്ടെത്തുന്നത്. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു അവലോകനം ഞാൻ പറയുകയാണ്. ഒരു ഏകദേശം 425ഓളം പെരിപ്പാലറ്റി പേഷ്യൻസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു 125ഓളം പേർക്ക് തുടർ ചികിത്സയും ഹോം കെയറും, അതായത് വീടുകളിൽ സർവീസും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു പെരിപ്പാലറ്റി സംവിധാനം ഇന്ന് നമുക്കുണ്ട്. ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാം, നല്ല രീതിയിലൊരു കോർഡിനേഷൻ ഇനിയും നമ്മൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഇപ്പം ഈ ബെനിഫിഷ്യറീസിന് കുറച്ചും കൂടി സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെരിപ്പാലറ്റി നേഴ്സ് ഉണ്ട്, കുറേ ആരോഗ്യ പ്രവർത്തകരുണ്ട്, ആശാപ്രവർത്തകരുണ്ട്, നല്ല ജനപ്രതിനിധികളുണ്ട്, കുറേ സാമൂഹിക പ്രവർത്തകരുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മ, നല്ലൊരു കോർഡിനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം കിട്ടുന്ന സർവീസിൻ്റെ ഒരു 4 ഇരട്ടി സർവീസ് കൊടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. അതിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ഒരു കുറവ് മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. എല്ലാ മാസം ഒരു തവണയെങ്കിലും നമ്മുടെ ഹോം കെയർ എല്ലാ വീടുകളിലും എത്തുന്നുണ്ട്, ഒരു തവണയെങ്കിലും. അത് എൻ്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു ഹെൽത്ത് വർക്കറോ അല്ലെങ്കിൽ ഒരു സാമൂഹിക പ്രവർത്തനം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ കഴിയും. കാരണം നമ്മുടെ പഞ്ചായത്തിൽ 4 വെൽനസ് സെൻ്ററുകളുണ്ട്, സബ് സെൻ്ററുകളുണ്ട്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ പെരിപ്പാലറ്റി പേഷ്യൻസും അവരുടെ കൂടെയുള്ള ആളുകൾ അറിയേണ്ട കാര്യം, 4 വെൽനസ് സെൻ്ററുകളുണ്ട്. ഒരു സുനിത എന്ന് പറയുന്ന പെരിപ്പാലറ്റി നേഴ്സ് മാത്രമല്ല, ഈ ഹോം കെയറിനായാലും ഹെൽത്ത് വർക്കിനായാലും വരിക, ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട്, അതുപോലെ BSc നഴ്സിംഗ് കഴിഞ്ഞ വെൽനസ് സെൻ്ററിലെ സ്റ്റാഫ് നഴ്സുകൾക്കും ഈ ഹോം കെയറിനൊക്കെ തന്നെ നിങ്ങളുടെ അടുത്ത് വരാനുള്ള ബാധ്യതയുണ്ട്. ഇനി അതും മിക്കവാറും പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു ഹെൽത്ത് വർക്കർ നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുമായി അന്വേഷണം നടത്താനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാവുന്ന ഉറപ്പ് തന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നതിൻ്റെ സ്വാഗതം പറയാൻ വേണ്ടിയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ നല്ല അതിഥികൾ, അതായത് നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ അതിഥികൾ, നിങ്ങൾക്ക് ആദ്യം സ്വാഗതം പറയാണ്. അതോടൊപ്പം നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മളെ ആദരണീയനായ നമ്മുടെ MLA മുഹമ്മദ് മൂസിൻ അവർക്ക് ഈ പ്രോഗ്രാമിൽ സ്വാഗതം പറയാണ്. അതുപോലെ നമ്മുടെ എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളിലും ഹെൽത്ത് വർക്കേഴ്സിനോട് നല്ല രീതിയിൽ കോർഡിനേഷൻ നടത്തുന്ന നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ബേബി ഗിരിജ അവർക്കും സ്വാഗതം പറയാണ്. വാക്കുകൾ ചുരുക്കിയാണ്, MLAക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രസിഡന്റ് ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പാലിയേറ്റീവിൻ്റെ സംഗമ ദിനമാണ്. ഇന്നിവിടെ ആദ്യം നടക്കാൻ പോകുന്ന ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് ബസ് വാങ്ങി, ഒരു വലിയ മുതലാളിമാരൊന്നല്ല എങ്കിലും 2 പേര് കൂടി ബസ് വാങ്ങി അതിൻ്റെ ആദ്യത്തെ കളക്ഷൻ നമ്മുടെ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്ക് അവർ തരികയാണ്. ആ ഒരു സന്തോഷം നിങ്ങൾക്കൊക്കെ, നമ്മൾക്ക് കിട്ടുന്ന ഓരോ രൂപയും നമുക്ക് ഇവിടെ നിന്ന് ചെലവഴിക്കാവുന്ന, കാരണം ഓരോരുത്തരും തരുന്ന പൈസയാണ്. അപ്പം ഇന്ന് ആദ്യം നടക്കുന്ന ചടങ്ങ് പറഞ്ഞാൽ, അതുപോലെ ഒരു 20,000 രൂപയാണ് നമുക്ക് ഫസ്റ്റ് ബസ്സിൻ്റെ കളക്ഷൻ നമുക്ക് കിട്ടിയത്. ആ കിട്ടിയ കളക്ഷൻ അവരൊരു രൂപ പോലും അതിൻ്റെ മുതലാളിമാരും എടുത്തിട്ടില്ല, ജീവനക്കാരും എടുത്തിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒന്ന്,
അവര് അതിൽ കൂടെ ഇനിയിപ്പോൾ നമ്മൾ വലിയൊരു സമ്മാന കൂപ്പൺ പരിപാടി തുടങ്ങുന്നുണ്ട്. ആ സമ്മാന കൂപ്പണിലേക്ക് അവരുടെ വക 5000 രൂപയുടെ ഒരു സമ്മാനത്തിന്റെ ഒരു ഓഫറും കൂടിയാണ് നമുക്ക് നമ്മുടെ പാലിയേറ്റീവ് ദിനത്തിൽ ബഹുമാന്യരായ നമ്മളെ നാട്ടുകാരാണ് അവരെ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ നാം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഇത്തരം പലതുള്ളി പെരുവള്ളങ്ങളാണ് നമ്മുടെ ഓരോരോ ഇവിടെ ഇരിക്കുന്ന ഓരോരോ ജീവിതങ്ങൾക്കും കഥ പറയാനുണ്ട്. അതേപോലെ തന്നെ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള ഒക്കെ ആളുകൾ നമ്മൾ ഇതിന്റെ ഭാഗങ്ങളാവേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പൊ നമ്മൾ നല്ലൊരു നാടകം ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ വളരെ സ്നേഹത്തോടെ നമ്മുടെ ബസ്സിന്റെ ഓണർമാരായ വാപ്പുവിനെയും ആരിക്കാനെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ നിങ്ങൾ ഓരോരുത്തരെയും ആദരം കൊടുക്കുന്നതിന് വേണ്ടി അടുത്തത് നമ്മുടെ നാടകം നമ്മൾ ഏവരെയും രസിപ്പിച്ച ഇന്നത്തെ കാലഘട്ടം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നമുക്കറിയാം ഇന്ന് നടക്കുന്ന കാലഘട്ടങ്ങൾ എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കുന്ന നമ്മളെ കരീമാഷ് രജനി ഒക്കെ നിർവഹിച്ച അവരുടെ ഒരു നല്ല നാടകം അവരെ വളരെ സ്നേഹപൂർവ്വം നാടകത്തിലെ ഓരോരുത്തരെയും നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA കയ്യിൽ നിന്നും ഒരു മൊമെന്റോ വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അടുത്തതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബാങ്കിന് റിട്ടയർ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രമുഖ ഒരു ചെറിയ സംഭാവന. കാരണം ചെറുത് പറയാൻ പറ്റില്ല, നമുക്ക് ഓരോരുത്തർ തരുന്നതും വലുതാണ്. സംഭാവന തരുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട MLA സ്നേഹം പ്രദർശനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രമുഖ സംഭാവന കൊടുക്കണം എന്നെനിക്ക് തോന്നിയത്. അതുപോലെ നിങ്ങളുടെ കൂടുതൽ ആരെങ്കിലും പോലെ എന്തെങ്കിലും സംഭാവന എന്തെങ്കിലും എന്താണ് എന്നുള്ളത് ഇവിടെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സംഭവത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. ഇതിനെ സംബന്ധിച്ച എല്ലാവർക്കും എല്ലാവരും ആശയങ്ങളും നിറഞ്ഞോടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തന്നിട്ടുള്ള വാർഡുണ്ട്.
അവർക്ക് നമ്മളൊരു പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നു. കാരണം നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന നാട്ടുകാരുടെ ഉദാരമായിട്ടുള്ള സംഭാവന ഉണ്ടാകും. എല്ലാ വാർഡിന്നും നമ്മൾ കലക്ഷൻ വളണ്ടിയേഴ്സിനൊക്കെ വെച്ചിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു കവറ് എല്ലാവരുടെയും വീട്ടിലെത്തിയിട്ടുണ്ടാവും. അത് ഏറ്റവും കാര്യക്ഷമമായിട്ട് നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ തുക സംഭരിച്ചത് 6ാം വാർഡാണ്. അതിൻ്റെ സമ്മാനം ഏറ്റുവാങ്ങിക്കാൻ വേണ്ടിയിട്ട് 6ാം വാർഡിൻ്റെ കൺവീനറെയും വാർഡ് മെമ്പറായിട്ടുള്ള നൗഫൽ വൈസ് പ്രസിഡന്റിനെയും വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ സന്തോഷം. അടുത്തത് 2ാം സ്ഥാനത്തിന് അർഹമായത് 11ാം വാർഡ്. 11ാം വാർഡിലെ മെമ്പറും അവരുടെ പാലിയേറ്റീവിലെ കൺവീനറും സ്റ്റേജിൽ വന്നിട്ട് ആദരവ് ഏറ്റുവാങ്ങിക്കണമെന്ന് അപേക്ഷിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ ആശാ മെമ്പർ 11ാം വാർഡില് അതാ വരുന്നു. അടുത്ത 3ാം സ്ഥാനം 15ാം വാർഡിലെ മുജീബ് മെമ്പറും അവിടുത്തെ കലക്ടറിന്റെ കൺവീനറും പാലിയേറ്റീവ് സമിതിയുടെ കൺവീനറും സ്റ്റേജിൽ വന്നിട്ട് ആദരവ് ഏറ്റുവാങ്ങിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് റിട്ടയർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള തുകകളൊക്കെ തന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ മനസ്സുകൊണ്ട് ആദരിക്കുകയാണ്. അവരൊന്നും പേര് വെളിപ്പെടുത്തിയിട്ട് ഈ സദസ്സിൽ വരാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്. റിട്ടയർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുന്ന സമയത്ത്, ഷഷ്ടിപൂർത്തിയുടെ സമയത്ത്, നവമിയ സപ്തയുടെ ഒക്കെ സമയത്ത് നല്ല രൂപത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് സഹായധനം തന്നിട്ട് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്താം. സ്വാഗതം പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MLA, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർ അടക്കമുള്ള എൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ, ആശ, അംഗൻവാടി, പാലിയേറ്റീവ് പ്രവർത്തകർ, നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ, അതുപോലെ തന്നെ നമ്മളെ ആശുപത്രി ജീവനക്കാർ, നമ്മളെ സുനിത, അതുപോലെ പാലിയേറ്റീവിൻ്റെ കൺവീനറും ചെയർമാനും ഒക്കെയുള്ള രാംദാസ് മാഷ്, അനിയേട്ടൻ, രാജേട്ടൻ അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർ, സുഹൃത്തുക്കൾ, ബഡ്സ് സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഏറ്റവും ബഹുമാന്യരെ, നമ്മളെ സൂപ്പർവൈസർ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങളെ HSC ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ വാർഡിലെയും കൺവീനർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് എത്രത്തോളം സന്തോഷിക്കാം, ആഘോഷിക്കാം. ഒരു ദിവസം നമുക്ക് കഴിയുമെങ്കിൽ ഒരു ദിവസം അത്തരം ഒരു ആഘോഷത്തിലേക്കാണ് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത്. ഈ ആഘോഷം ഏറ്റവും ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മളുടെ ബഹുമാനപ്പെട്ട MLA ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും സർവ്വതാ നമ്മുടെ ആശാ വർക്കേഴ്സ്, അംഗനവാടി ടീച്ചേഴ്സ്, നമ്മളെ ബഡ്സിലെ കുട്ടികൾ എല്ലാവരും ഇവിടെ പാട്ടും കളിയും നാടകവും ഡാൻസും ഒക്കെ ആയിട്ട് ഇവിടെ അരങ്ങേറി. അതേപോലെ തന്നെ നല്ലൊരു നാടകം ഇവിടെ അരങ്ങേറി. അതുപോലെ ഇപ്പം നമ്മൾ ഒരുപാട് മൊമെന്റ്സ് ഇവിടെ ഇപ്പം ബാബു മാഷ പേരടക്കം, ബാബു മാഷോട് പറഞ്ഞപ്പോൾ ബാബു മാഷ വരില്ല പറഞ്ഞതാ സ്റ്റേജിക്ക്. കാരണം മാഷടക്കം വലിയൊരു തുക നമുക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് നമ്മുടെ പാലിയേറ്റീവിനെ
നമുക്കിങ്ങനെ എന്താ പറയുക ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ അപ്പോൾ ഇത്തരം നല്ലൊരു മൊമെന്റ് നമുക്ക് സമ്മാനിച്ച നിങ്ങളേവരെയും, കാരണം ഇത് നിങ്ങൾ ഓരോരുത്തരെയും പരിപാടിയാണ്. ഇപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബസ്സുകാരും ജീവനക്കാരും അങ്ങനെ എല്ലാവരും നമ്മളെ ചേർത്ത് നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സ്നേഹാദരങ്ങളോടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കുന്നു. ഉദ്ഘാടനം, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ മൊമെന്റ്സ് തിയേറ്ററിന്റെ ഒരു ചെറിയ സംഭാവന ബഹുമാനപ്പെട്ട MLA ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി MLA സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇവിടെ വന്നിട്ടാണ് അവരൊക്കെ അറിയുന്നത്. അപ്പൊ എന്തായാലും അവരുടെ ഒരു കൈത്താളം നമുക്ക് ഉണ്ടാകുമ്പോൾ വളരെ സ്നേഹാദരത്തോടുകൂടി അവരെ നമ്മൾ വേദിയിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺസ്, നമ്മുടെ മെഡിക്കൽ ഓഫീസർ, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കോർഡിനേറ്റർ, വേദിയിലും ആശാവർക്കർമാർ, സ്റ്റാഫ് നഴ്സുമാർ, മറ്റു പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ബഡ്സ് സ്കൂളിലെ കുട്ടികൾ, ഇവിടെ സാന്ത്വന പരിചരണത്തിൻ്റെ ഭാഗമായി ഉള്ള മറ്റു വ്യക്തിത്വങ്ങൾ, അതിൻ്റെ സർവീസ് ലഭിക്കുന്നവർ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് മറ്റൊരു പാലിയേറ്റീവ് കെയർ ദിനം കൂടി വന്നിരിക്കുകയാണ്. പാലിയേറ്റീവ് മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് പാലിയേറ്റീവ് ദിനം. ആ ദിനം നമ്മൾ ആഘോഷിക്കുകയല്ല, നമ്മൾ ആചരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പാലിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഓർമ്മിപ്പിക്കാനും ആ കടമ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും വേണ്ടിയാണ്. സാന്ത്വന പരിചരണം ആർക്കും എപ്പോഴും ആവശ്യമായി വരുന്നതാണ്. പരമ്പരാഗതമായ ചികിത്സാ രീതികൾ ആശുപത്രിയും ഡോക്ടറും മരുന്നും മാത്രമല്ല, സമൂഹത്തിന്റെ ഇടപെടൽ കൂടി രോഗീ പരിചരണത്തിന് അനിവാര്യമാണ് എന്ന തിരിച്ചറിവാണ്. അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക. കിടപ്പിലായി പോയ ഒരു രോഗി വീട്ടിലുണ്ടാകുമ്പോൾ ആ വീട്ടിലെയും സാഹചര്യം വളരെ മോശമായിരിക്കും. ആ വീട്ടുകാരെ കൂടി സഹായിക്കുക, മാനസികമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സ്പിരിച്വലായും ഒക്കെ സഹായിക്കുക എന്ന വലിയ ഉദ്ദേശമാണ് പാലിയേറ്റീവ് യൂണിറ്റിനുള്ളത്. 1994 മുതലാണ് കേരളത്തിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാലിയേറ്റീവ് പ്രവർത്തനം ആരംഭിച്ചത്. 1980കളിൽ തന്നെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് 2008 VS മുഖ്യമന്ത്രിയാവുന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ ഒരു പാലിയേറ്റീവ് നയം, ഒരു പോളിസി കൊണ്ടുവന്നത്. അതിനുശേഷം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ വർഷം നമുക്കറിയാം, പരിചരണത്തിന് കൂടെയുണ്ട് എന്ന വലിയ മുദ്രാവാക്യമാണ് ആരോഗ്യ വകുപ്പും നമ്മുടെ സർക്കാരും മുന്നോട്ട് വെക്കുന്നത്. ആ ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നമ്മുടെ ഈ വർഷം പൂർത്തീകരിക്കുന്നതോടുകൂടി സമ്പൂർണമായ പാലിയേറ്റീവ് കവറേജ് ഉള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്ന ഉദ്ദേശമാണ്. അതിന്റെ ഭാഗമായി കൊണ്ട് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്.